പെണ്ണ് വേണോ, മയക്കുമരുന്ന് വേണോ, കഞ്ചാവ് വേണോ, MDM വേണോ, എല്ലാം കിട്ടും. എങ്ങും തേടി പോകണ്ട. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. 2000 രണ്ട് പേർക്കോ? हाँ हाँ 200 दो खाना 200 इसको दो काम ही होगा नहीं काम होगा ना 200 का साथ लगो आने बड़ी खाई लोगी സ്കൂളല്ലേ, ഇവിടെ നിന്ന് ഒച്ച വെക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് അവർ വകവെക്കുന്നതേ ഇല്ല. ധാരാവിക്കും GB റോഡിനും എന്തോന്ന് സ്കൂള്. നീ എന്നെ കണ്ടുപിടുത്ത് മാറ്റിയതല്ലേ? ഇതൊക്കെ പാമസാലട്ടാ പുള്ളിക്ക് നമ്മളെ കണ്ടുപിടുത്ത് മാറ്റിയത്. അത് കണ്ടില്ലേ ഇതൊക്കെ സാധനങ്ങളാ നമ്മള് ക്യാമറ ഇട്ട് കണ്ടുപിടുത്ത് മാറ്റിയത്. ഞായറാഴ്ച ദിവസം ഭായിമാര് മയക്കുമരുന്നുകളും അതേപോലെ മറ്റ് ലഹരി വസ്തുക്കൾ, പാൻ മസാല, പുകയില തുടങ്ങിയ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത് കണ്ടോ? നമ്മൾ ക്യാമറ പിടിച്ചോണ്ട് ചെല്ലുമ്പോൾ കുറെ ആളുകൾ അത് ഭയന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഒളിപ്പിക്കാനുള്ള ശ്രമമാണ്. എന്നാൽ മറ്റു ചില ആളുകൾ കൂടെ പോയിട്ട് ഞാൻ അവരെ ഭയനെ പിടിച്ചു. പക്ഷെ കുറച്ച് സാധനം ഉണ്ടായുള്ളൂ. അതുമാതിരി എൻ്റെ വണ്ടിയിൽ 2 ദിവസം കയറി അവരെ പിടിക്കാൻ ചോദിച്ചപ്പോൾ അവൻ നാട് വിട്ടു. അപ്പോൾ ഇതുപോലെ ഇവിടെ ജീവിക്കാൻ നിർത്തിയില്ല. ഞങ്ങളുടെ കൊച്ചു കുട്ടികൾ, അറിവെച്ച് വരുന്ന കുട്ടികൾ മൊത്തം ഇപ്പോൾ മറ്റത് അമ്മിഞ്ഞപ്പാലോ അപ്പോ എന്തെങ്കിലുമൊക്കെ മതിയായിരുന്നു. ഇപ്പം MDMA കഞ്ചാവോ ഇല്ലാതെ ജീവിക്കാത്ത കണ്ടീഷനിലൊക്കെ. കണ്ടോ? പെണ്ണ് വേണോ, മയക്കുമരുന്ന് വേണോ, MDM വേണോ, എല്ലാം കിട്ടും. എവിടെയാ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. അപ്പൊ വേറെങ്ങും പോണ്ട, പെരുമ്പാവൂര് വരെ പോയാൽ മതി. പെരുമ്പാവൂര് നടന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് തിങ്ങി നിറഞ്ഞത് കിടപ്പുണ്ടല്ലോ. അയ്യോ, ഇനിയിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളി എന്ന് പറയാൻ പറ്റത്തില്ല. അതിഥി ദേവോ ഭവ എന്നല്ലേ പറയുന്നത്. അപ്പൊ അതിഥി തൊഴിലാളികളാണ്, നമ്മൾ ആദരിക്കേണ്ടവരാണ്. അപ്പൊ നമ്മുടെ സർക്കാർ തന്നെയാണ് പറയുന്നത്, അതിഥികളാണ്, അവരെ കല്ലെറിയരുത്, അവരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം, ചേർത്ത് നിർത്തണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവര് വന്ന് നമ്മുടെ കേരളം ഒന്നൊന്നായിട്ട് ചുട്ട് കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, പെരുമ്പാവൂരാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വളരെ ലാഭിഷായിട്ട് കഞ്ചാവും MDM ഒക്കെ വിൽക്കുകയാണ് ഓപ്പണായിട്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ, പെണ്ണുങ്ങളെ പോലും കിട്ടും. അതുപോലെ തന്നെ ചെറുപ്പക്കാരായ ആമ്പിള്ളേർ പോയി കഴിഞ്ഞാൽ കയ്യിൽ പിടിച്ച് വലിച്ച് കയറ്റുകയാണ്. അനുവാദം ഒന്നും ചോദിക്കുന്നില്ല, പിടിച്ച് വലിച്ചങ്ങ് കൊണ്ടുപോവാണ്. ഇതൊക്കെ നടക്കുന്നത് എവിടാ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, നമ്മുടെ ഈ പെരുമ്പാവൂര്, അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അവിടുത്തെ നാട്ടുകാരനായ ഒരാൾ പറയുന്നുണ്ട്, അവർക്കൊക്കെ ഒരുപാട് സങ്കടങ്ങളുണ്ട്. കാരണം അവരുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഇതാണ് കണ്ടു വളരുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാലും ഒന്നും അല്ല വേണ്ടത്, അവർക്ക് വേണ്ടത് ഈ MDM-ഉം കഞ്ചാവും ഒക്കെയാണ് അത്രേ വേണ്ടത്. പറയുമ്പോൾ പ്രബുദ്ധ കേരളം, ഈ പെരുമ്പാവൂരാണ് ഒരുപാട് അതിക്രമങ്ങൾ നടന്നിട്ടുള്ളത്. കുഞ്ഞു കുട്ടികൾ പോലും കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ പെരുമ്പാവൂരാണ്. ഒരുപാട് അനാശാസ്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു ഈ ഒരു പെരുമ്പാവൂര്. ഈ ഒരു പെരുമ്പാവൂര് ഒരു സന്ധ്യ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ പോലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ വക കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ നാടാണോ ഇത്? നമ്മളിപ്പോൾ ചിന്തിച്ചു പോകും, ഇത് വല്ല ബോംബെയോ അല്ലെങ്കിൽ വേറെ അന്യ സംസ്ഥാനങ്ങളോ വല്ല ആണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം നമുക്ക് മനസ്സിലാവത്തില്ല, നമ്മുടെ കേരളമാണ്, നമ്മുടെ പെരുമ്പാവൂരാണ്, നമ്മുടെ സ്ഥലമാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. സ്ത്രീകളടക്കം ഒരുപാട് പേരാണ് ഇവിടെ വന്നിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. അതുവഴി ഒന്ന് യാത്ര ചെയ്യാൻ പോലും പറ്റത്തില്ല. അതുവഴി യാത്ര ചെയ്ത ആ ഒരു വീഡിയോ പിടിച്ച ആളെ പോലും കയ്യിൽ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അയാൾ എതിർത്തിട്ടും അയാൾ തടയാൻ ശ്രമിച്ചിട്ടും അയാളെ പിടിച്ച് വലിക്കുകയാണ്. അയാളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിട്ട് പോലും അവരെ പിടിച്ച് വലിച്ച് കയറ്റുകയാണ് ഇവളുമാര്. പട്ടപ്പകലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർക്കണം. എവിടെ നമ്മുടെ നിയമങ്ങൾ, എവിടെ നമ്മുടെ നിയമപാലകർ? ഇതൊന്നും കാണുന്നില്ലേ? ഇവരുടെ മൂക്കിന്റെ തുമ്പിലല്ലേ ഈ ഒരു കാഴ്ചകളൊക്കെ നടക്കുന്നത്? ഇതിനൊന്നും തടയിടാനായിട്ട്, ഇവരെയൊക്കെ അടിച്ചോടിക്കാനായിട്ട്, നമ്മുടെ ഈ ഒരു കേരളത്തെ രക്ഷിക്കാനായിട്ട് നമ്മുടെ നിയമപാലകർക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സാധാരണക്കാരുടെ മുന്നിൽ കുതിര കയറായ ഇവരൊക്കെ റെഡിയാണ്. അപ്പൊ ഇതുപോലെയുള്ള അഴിമതികളും അക്രമങ്ങളും നമ്മുടെ ഈ നാട്ടിൽ നിന്നും തുടച്ചു നീക്കാൻ മാറ്റം ഒരു നിയമപാലകരും ഇല്ലേ? നമ്മുടെ ഈ നാടിനെ രക്ഷിക്കാൻ, നമ്മുടെ ഈ കുഞ്ഞു മക്കളെ, വളർന്നു വരുന്ന തലമുറയെ രക്ഷിക്കാൻ നിയമവ്യവസ്ഥകളും ഒന്നും ഇല്ലേ എന്നാണ് തോന്നിപ്പോകുന്നത്.